ഹലോ ഗേസ്, പത്തനംതിട്ട പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗോവിന്ദനും കനകയും കൂടെ കയറി നന്ദുവിനെ കാണുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ നന്ദൂട്ടാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുകയാണ്, അനിയുടെ കല്യാണം കഴിഞ്ഞ വിഷമത്തിലല്ലേ ചെയ്തേ, അവരുടെ ജീവിതത്തിൽ ഇനി ഞാനൊരു പേരായി ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കരുതെന്ന് ഓർത്ത് ചെയ്തേ എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അനിക്ക് കല്യാണത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അനി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇന്നും പറയുന്നുണ്ട്, അവനൊരു നല്ല ചെറുപ്പക്കാരനല്ലേ, അവനെല്ലാവിധ നന്മകളും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, കല്യാണമൊക്കെ നല്ല രീതിക്ക് നടന്നു എന്നൊക്കെ പറയുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സങ്കടപ്പെട്ടിരിക്കുന്ന നന്ദുവിനെ തന്നെയാണ് കാണിക്കുന്നത്. അത് കഴിയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ, അച്ഛനമ്മമാർക്ക് മക്കളുടെ കർമ്മം ചെയ്യേണ്ട വരിക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വിഷമമുള്ള കാര്യമാണ്, അത് മോൾ ഓർക്കണം എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദുവിനാകെ വിഷമമാവുകയാണ്. എങ്കിലും കനക പറയുന്നുണ്ട്, ഗോവിന്ദേട്ട ഇനി അതൊന്നും പറയണ്ട, അവളാകെ വിഷമിച്ചിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുവാണ് കേട്ടോ നന്ദുവിനെ. അപ്പോഴും ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ, അതുകൊണ്ടല്ല, നിൻ്റെ 2 ചേച്ചിമാർ ആ വീട്ടിലാണ് താമസിക്കുന്നത്, ഇപ്പം തന്നെ ആണെങ്കിലും ആദർശം നയനയും കൂടെ വന്നതിന് നയനമോൾ ഒരുപാട് കുറ്റം കേട്ടിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ് കേട്ടോ. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ജാനകിയും കൂട്ടി പോവാം, ഞങ്ങളാണല്ലോ ചെല്ലേണ്ടത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നയനമോളെയും കൂടെ കൂട്ടിക്കോ എന്ന് പറയുമ്പോഴേക്കും അവർ 3 പേരും കൂടെ പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അനാമിക യാത്ര പറയാൻ നിൽക്കുമ്പോഴേക്കും ആകെ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഒറ്റ മോളായതുകൊണ്ട് ആകെ വിഷമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ ആക്റ്റീവാണ് കേട്ടോ. ഇതൊക്കെ കാണുന്ന ജലജ പറയുന്നുണ്ട്, അതിനെന്താ, വീട് തൊട്ടടുത്തല്ലേ, നിങ്ങൾക്ക് എപ്പോൾ വേണേലും വരാമല്ലോ, അവിടെയും വന്ന് നിൽക്കാമല്ലോ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴേക്കും ഇവർ എന്നാലും അതൊന്നും നാട്ടുകിടപ്പല്ലല്ലോ, എന്തായാലും കല്യാണം കഴിഞ്ഞ് പോവല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഇവർക്ക് ഭയങ്കര സ്റ്റാൻഡേർഡുള്ള രീതിയിലൊക്കെ സംസാരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രേവതിയും വേണും പരസ്പരം നോക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, ആശ്വാസമായി, രക്ഷപ്പെട്ടു, എന്തായാലും കല്യാണം നടന്നല്ലോ, ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല, ഇനി എല്ലാം മൂഡ് സെറ്റാക്കിക്കോളും എന്നുള്ള രീതിയിൽ പരസ്പരം സംസാരിച്ച് നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും വീട്ടിലുള്ളത് കൂട്ടാണ് കാണിക്കുന്നത്. നയന പൂജാമുറി ചെന്ന് വിളക്കൊക്കെ ഒരുക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകി മുറി ചെന്നിട്ട് പറയാണ്, നീ വിളക്കെടുക്കണ്ട, ഞാനെടുത്തോളാം, നീ ആണെങ്കിൽ ഇത് അണച്ച് കളയാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളക്കം മേടിച്ച് വരുവാണ്. അപ്പോഴത്തേക്കും വിളക്കം മേടിച്ച് അനാമികേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ജാനകി എല്ലാവരും മുമ്പ് വെച്ച് പറയുന്നുണ്ട്, പലർക്കും കല്യാണം അവസാന നിമിഷം വരെ മുടക്കണം എന്നായിരുന്നു ആഗ്രഹം എന്ന് പറയുവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് നയന ഇങ്ങനെ ജാനകിനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ ഇത് കുറേ തവണയായി പറയുന്നല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പറയുക, അത് നേരാ, നീ ഇത് കുറേ തവണയായി പറയുന്നു, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് വണ്ടിയുടെ ഓണടിയൊക്കെ കേൾക്കുവാണ് കേട്ടോ. ആദർശ് ഇപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ച് അനാമികയും കൊണ്ട് ആ വണ്ടിയെ വരുവാണ്. പുറകെ ബാക്കിയുള്ള എല്ലാ കുടുംബക്കാരും കൂടി എത്തുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും ഒന്നും മിണ്ടുന്നില്ല. വിളക്കൊക്കെ കൊടുത്ത് അനാമികേനെ അകത്തോട്ട് കയറ്റുവാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോളെ വലതുകാല് വെച്ച് കയറ്, സൂക്ഷിച്ച് കയറണം, വിളക്കണയാതെ നോക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് അതനുസരിച്ച് വലതുകാല് വെച്ച് അനാമിക അകത്തോട്ട് കയറുവാണ്. വിളക്കൊന്നും അണയാതെ പൂജാമുറി കൊണ്ടുവച്ച് 2 പേരും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അനി വീട്ടിലോട്ട് അനാമികേനെ വലിയ മൈൻഡൊന്നും ഇല്ലാതെ കയറി പോവാണ്. കയറി വരുന്നേ വാ എന്നുള്ള രീതിയിലോട്ടും. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ജാനകി ചോദിക്കുകയാണ്, വേറൊരുത്തോളുണ്ടായിരുന്നല്ലോ നവ്യ, അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജലജ പറയാ, അവൾക്കെന്തോ വയറ്റ് വേദന, ആശുപത്രി പോയേക്കുവാ, അബിയുണ്ട് അവിടെയെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പരസ്പരം പറയുവാണ് കേട്ടോ. ഇനി പലർക്കും വയറ്റ് വേദനയും നെഞ്ചുവേദനയൊക്കെ വരും, ഈ വീട്ടിൽ ഇപ്പോഴാണോ ഒരു പുതിയ ശരിക്കുള്ള മരുമോള് വന്നേ എന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുന്ന മുത്തശ്ശി പറയാണ്, ആവശ്യമില്ലാത്ത സംസാരമൊന്നും വേണ്ട, ഒരു പെങ്കൊച്ചിങ്ങ് വന്ന് കയറിയതേ ഉള്ളൂ, തരം താഴ്ന്ന സംസാര രീതിയൊക്കെ നിർത്തിക്കോളുക എല്ലാവരും എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ദേവയാനി പറയാണ്, അതിന് ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ, ഉള്ള കാര്യങ്ങളല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജാനകി നോക്കിയിട്ട് ജലജ പറയുവാണ് കേട്ടോ, ഈ നിൽക്കുന്നവൾക്ക് ആ നിൽക്കുന്നവളെ ഭയങ്കര കാര്യമായിരുന്നു, അവൾക്ക് പോലും താല്പര്യമില്ലെങ്കിൽ ഇവിടെ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുവാണ്. അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ആദർശിന് കുറേ നേരം കേട്ട് കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് ദേഷ്യം വരുവാണ് കേട്ടോ. നയനേനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുവാണ്. ദേവേനി പറയുന്നുണ്ട്, എനിക്കും എൻ്റെ മരുമോളെ കൈ പിടിച്ച് വീട്ടിൽ കയറ്റണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം, അന്നല്ലേ ആൾമാറാട്ടം നടന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ് പറയാണ്, ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ എന്ന് പറയുമ്പോൾ ജാനകി എല്ലാവരും അന്തം വിട്ടിങ്ങനെ ആദർശിനെ നോക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട്, തുടങ്ങി സപ്പോർട്ട് തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും
നമ്മുടെ ആദർശ് പറയുവാണ് കേട്ടോ, സപ്പോർട്ടൊന്നുമല്ല, അമ്മയെക്കാളും കൂടുതൽ ഭാര്യയെ സ്നേഹിക്കണമെന്ന് അഭിപ്രായമുള്ള ആളുമല്ല ഞാൻ. പക്ഷേ ICUലോട്ട് മുത്തശ്ശൻ കയറിയപ്പോൾ പോലും നയനെ പറ്റിയാണ് സംസാരിച്ചത്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല ആരോടും കൂടുതൽ എന്ന് പറയുമ്പോഴേക്കും ദേവയാനിയൊക്കെയാണ് അതെന്താടാ എന്ന് പറയുമ്പോഴേക്കും ജയം പെട്ടെന്ന് പറയാണ്, എന്തായാലും മുത്തശ്ശൻ്റെ കാലം കഴിഞ്ഞ് ആദർശ് നയനയും കൂടെ കൂടിയാണ് ഈ കുടുംബം നയിക്കേണ്ടത്. അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് എല്ലാവരും നല്ല രീതിക്ക് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത്. വീടിനകത്ത് കലഹം ഉണ്ടാകുന്നവർ പുറത്തോട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ട ദേവേനി പറയാണ്, ഞങ്ങളെയാണ് ഉദ്ദേശിച്ചത്, എങ്കിൽ ഞങ്ങളങ്ങ് മാറിയേക്കാം എന്ന് പറയുമ്പോഴേക്കും ജയം മുഖത്തടിച്ചോളൂ പറയാണ്, കലഹം ഉണ്ടാക്കുന്ന ആരോ അവർ മാറണം തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അടി കിട്ടിയ പോലെ നിൽക്കുവാണ് ദേവയാനി. ആ സമയത്ത് എല്ലാവരും കയറി പോവുകയാണ് കേട്ടോ. അപ്പം ജലജ വന്നിട്ട് പറയാണ്, തലയെണ്ണ മന്ത്രത്തിൻ്റെ ഒരു പവർ മകൻ മാറി തുടങ്ങി ഇടത്തി എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോവുകയാണ്. പിന്നെ കാണിക്കുന്ന അടുക്കളയിൽ നയന വധുവിനും വരനും പാലും പഴമൊക്കെ ഒരുക്കുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജാനകി പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് കലിതുള്ളി വന്നിരിക്കുകയാണ്, എടി നിന്നോട് ആരാ പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ, ഞാൻ ചെയ്യുമായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നയനെ ഒട്ട് വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. നയന മുഖത്തടിച്ചോലെ പറയുവാണ്, അതിന് ഇളയമ്മ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാനതൊന്നും ചെയ്യുകയില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും ജാനകി പറയാം, നീയൊക്കെ ഇതിൽ എന്തൊക്കെ ചേർക്കും എന്ന് ആർക്കറിയാമെന്ന് പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഇളയമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട, ഈ കല്യാണം മുടക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കത് ചെയ്യാൻ എളുപ്പമായിരുന്നു, എന്നിട്ട് ഞാനത് ചെയ്തില്ലോ. ആദ്യം ഈ വീട്ടിൽ മനസ്സിൽ വിഷമുള്ള ആൾക്കാരാകുന്നില്ലെന്ന് ഇളയമ്മ മനസ്സിലാക്കാൻ നോക്കുക, അത് ഞാനല്ല എന്നുള്ള രീതി പറഞ്ഞിട്ടങ്ങ് പോവാണ് കേട്ടോ. ചെറുതായിട്ട് ജാനകി നയനടി മാറ്റം കണ്ടെന്ന് കിടുങ്ങുന്നുണ്ടെങ്കിലും വലിയ കൂസലൊന്നും കൊടുക്കുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ചെറുക്കനും പെണ്ണെ ഹാളിലിരുത്തി പാലും പഴവും കൊടുക്കുവാണ് കേട്ടോ. ആ സമയത്തും ജാനകി നയനെ കൊള്ളിച്ചോരോന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, എനിക്കും ഇതുപോലെ കൈപിടിച്ച് കയറ്റണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് വീണ്ടും പഴയ പല്ലവി തുടങ്ങുവാണ്. ഇതൊക്കെ കേൾക്കുന്ന ആദർശ് പറയുന്നുണ്ട്, ഇത് എപ്പോഴെപ്പോഴും പറയണ്ട, എന്താ ഇവിടെ നടന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പറയുവാണ്, അതെ നയനമോൾ ഈ വീട്ടിൽ വന്നുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല, എല്ലാം കൊണ്ട് ലാഭമാണ്, അതുകൊണ്ട് ഇനി ഇവിടെ ആരും ഇത് കൂടുതൽ എടുത്തിടണ്ട എന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. ഇത് കേട്ടിട്ട് അനിയൊന്നും മിണ്ടാണ്ട് അങ്ങനെ ഇരിക്കുവാണ്. അത് കഴിയുമ്പോൾ ജാനകി വന്ന് രണ്ടുപേർക്ക് പാലും പഴമൊക്കെ കൊടുക്കുവാണ് കേട്ടോ. പാലും പഴമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അനിയുടെ ഫോൺ ബെല്ലടിക്കുവാണ്. അനിയുടെ ഫോൺ ബെല്ലടിക്കുമ്പോഴേക്കും അനി ഫോൺ എടുത്ത് സംസാരിക്കുവാണ് കേട്ടോ. എടാ ഇപ്പോൾ വരാം എന്നുള്ള രീതിയിൽ സംസാരിക്കുവാണ്. എന്നിട്ട് അനി പറയുകയാണ്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, അവരിവിടെ ഹോട്ടലിലുണ്ട്, അവർ തിരിച്ചു പോവാം, ഞാൻ അവരൊന്ന് പറഞ്ഞു വിട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ജാനകി പറയുകയാണ്, അതിന് നീ ഒറ്റയ്ക്ക് പോകണ്ട, ആദർശിനെയും കൂട്ടിയിട്ട് പോ എന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അതിന് ഞാൻ കൊച്ചൊന്നുമല്ലല്ലോ, ഞാൻ തന്നെ പൊക്കോളാം, ഏട്ടനെ അതിന് ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള രീതിയിൽ പറയുവാണ്. അപ്പോഴത്തേക്കും ആദർശം പറയുന്നുണ്ട്, ഞാനെന്തിനാ ഇളയമ്മേ പോകുന്നത്, അവൻ പോയിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ വിളിച്ചാരാന്നുള്ള സംശയത്തിൽ നയന ഇങ്ങനെ ആദർശിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ നിൽക്കുവാണ്. അനി അവിടെ നിന്ന് പോവുകയാണ്. അനി അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയുവാണ്, ഞാൻ തീരെ പൊട്ടിയൊന്നുമല്ല, അനിയുടെ മുഖത്തുള്ള പാട് എവിടെയോ തട്ടിയതോ മുട്ടിയതോ ഒന്നും അല്ലാന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി, ആരോ അടിച്ചതാണെന്നും മനസ്സിലായി, പിന്നെ ഞാനെല്ലാം അറിഞ്ഞിട്ടാണ് ഇപ്പം സംസാരിക്കുകയും ചെയ്യുന്നതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജലജ മനസ്സിൽ ചിന്തിക്കുവാണ്, ഞാനാ ഇതെല്ലാം പറഞ്ഞു കൊടുത്തതെന്ന് ഇവിടെ എല്ലാവരോടും പറയുമോ, ഞാൻ പെടുവോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. എന്നിട്ട് അവർ പറയുവാണ്, അവരെ നോക്കിയിട്ട് നമ്മുടെ അനാമിക പറയുകയാണ്, അനി എനിക്ക് കൊച്ചായിട്ട് കാണണ്ട, അനി ഇപ്പോൾ ഒരു ഹസ്ബൻഡാണ്, എനിക്ക് പക്വതയുണ്ട്, എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാം എന്നുള്ള രീതിയിൽ പറയുവാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ആദർശ് പറയുവാണ്, അതിന് ഞാൻ കൂടെ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ, പിന്നെ മദ്യപിച്ചതിന് ഞാൻ തല്ലിയത് ശരിയായില്ല, പക്ഷെ അവൻ ആദ്യമായിട്ടായിരുന്നു മദ്യപിക്കുന്നത്, അതും കല്യാണത്തിൻ്റെ തലേന്ന് എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, കല്യാണത്തിൻ്റെ തലേന്ന് ഒരു പാർട്ടി കൊടുത്തു എന്നോർത്ത് അതിനടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, പ്രത്യേകിച്ച് അനി കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പം എല്ലാവരും ഒന്നും മിണ്ടുന്നില്ല. ജാനകി ഇങ്ങനെ തുറപ്പിച്ച് ആദർശനെ നോക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, ഞാനിനി അത് ശ്രദ്ധിച്ചോളാം, അവനൊരു ഹസ്ബൻഡാന്നുള്ള ബോധ്യം എനിക്കുണ്ട്, ഇനി ഇത് ആവർത്തിക്കാതെ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. തൊട്ട് പുറകെ നയനയും കയറി പോവുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ട ദേവയാനി പറയാണ്, എന്ത് പറ്റിയെന്നറിയത്തില്ല എൻ്റെ കുഞ്ഞിന്, തലയെണ്ണ മന്ത്രത്തിൽ വീണുപോയി, അല്ലായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് പറയുവാണ്. ഇതെല്ലാം കേട്ട് ഓരോ പ്ലാനുകൾ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന അനാമികേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.